ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് സിമ്മട്രിയാണ്. സിമ്മട്രി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിൻ നിന്ന് 2 സെൻറ്റിമീറ്റർ അപ്പുറത്ത് ഞാൻ ഒരു ക്യൂ ചാർജ് വെച്ചിട്ടുണ്ട്. അതിന് 2 സെൻറ്റിമീറ്റർ അപ്പുറത്ത് വേറൊരു ക്യൂ ചാർജ് ഉണ്ട്. അതിന് 2 സെൻറ്റിമീറ്റർ അപ്പുറത്ത് വേറൊരു ക്യൂ ചാർജ് ഉണ്ട്. ഇപ്പുറത്തും ഇതുപോലെ 2 സെൻറ്റിമീറ്റർ അപ്പുറത്ത് ഒരു ക്യൂ ചാർജ്, ഇവിടെ ഒരു ക്യൂ ചാർജ്, ഇവിടെ ഒരു ക്യൂ ചാർജ്. സെൻട്രൽ നിന്ന് സെഡ് ഹൈറ്റിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഡയറക്ഷൻ മാത്രം പറഞ്ഞാൽ മതി, എങ്ങോട്ടായിരിക്കും? നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കറിയാം ഇത് എക്സ്ട്രീംലി സിമെട്രിക് ആണ്. റൈറ്റിൽ 2 സെന്റിമീറ്റർ അപ്പുറത്ത് ഒരു ചാർജ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരാൾ 2 സെന്റിമീറ്റർ നടന്നാൽ ഇവിടെ ചാർജ് നിൽക്കും. ഇവിടെ നിന്ന് ഒരാൾ 2 സെന്റിമീറ്റർ ഇങ്ങോട്ട് നടന്നാലും അതേ ചാർജ് തന്നെ കിട്ടും. അത് പക്കാ സിമെട്രിക് ആണ്. അതുകൊണ്ട് നമുക്കറിയാം ഇതാണ് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരകളാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക അല്ലേ, ഇങ്ങനെ ഉണ്ടാവുക. പക്ഷേ ഇയാളും സിമെട്രിക് ആണ്. നമ്മൾ പഠിച്ചതാണ്. 2 ഈക്വൽ ചാർജസ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് അമൗണ്ട് ക്യാൻസൽ ചെയ്ത് കളയും. സൈനിക അമൗണ്ട് ടോട്ടൽ മോളിക്കുണ്ടാവും അല്ലേ. അപ്പൊ ഈ 2 പേരും തമ്മിൽ ഇന്ററാക്ട് ചെയ്യും, മോളിക്ക് ഇലക്ട്രിക് ഫീൽഡ്. ഈ 2 ക്യൂ ചാർജുകൾ തമ്മിൽ കോസ്റ്റ് അമൗണ്ടിനെ ക്യാൻസൽ ചെയ്ത് കളയും, അവരുടെയും ഇലക്ട്രിക് ഫീൽഡ് മോളിക്കായിരിക്കും. ഈ 2 ക്യൂ ചാർജുകളും തമ്മിൽ ചെയ്യും, അവർ ഇലക്ട്രിക് ഫീൽഡ് മോളിക്കായിരിക്കും. അപ്പോ വെക്ടർ സമൊന്നും വേണ്ട, നമുക്കത് സിമെട്രി ഉപയോഗിച്ചിട്ട് സിമെട്രിക്കലി നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. അതാണ് സിമെട്രി കൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ഒരു ഗുണം. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു വയറെടുത്തു, 2L ലെങ്ത് ഉള്ള ഒരു വയറെടുത്തു. അതായത് 0 ആണ് സെന്റർ, ഇവിടെ നിങ്ങളുടെ L, ഇവിടെ നിങ്ങളുടെ L, 2L ലെങ്ത് ഉള്ള ഒരു വയർ. ഇതിന്റെ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. ചാർജ് ഡെൻസിറ്റി ലാംഡയാണെന്ന് പറയുമ്പോൾ അറിയാലോ, ചാർജ് ഡെൻസിറ്റി എന്ന് അറിയാലോ. ലാംഡ ഇവിടെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? Q ഈക്വൽ ടു ഒരു മീറ്ററിൽ ലാംഡ ചാർജ് ഉണ്ടായിരിക്കും. അപ്പൊ 2L മീറ്ററിൽ 2L ഇൻറ്റു ലാംഡ ചാർജ് ആയിരിക്കും ഇവിടെ ആകെ ഉണ്ടായിരിക്കാം. ഈ ആകെയുള്ള ചാർജ് ഒരു പോയിന്റ് ചാർജ് ആയിട്ടല്ല കിടക്കുന്നത്, ഇവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് ആ റോഡിന്റെ മുകളിൽ. അപ്പൊ ഇതുകൊണ്ടുള്ള ടോട്ടൽ ഇതിന്റെ മുകളിൽ നിന്ന് സെന്ററിൽ ഈ ഇവിടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. ഇത് എക്സ്ട്രീംലി സിമെട്രിക് ആണ്. അതായത് ഞാൻ ഇവിടെ ചാർജിന്റെ DQ, ഇവിടെയൊക്കെ ചാർജിന്റെ DQ അല്ലെ. ഈ DQയുടെ മൊത്തം സമ്മാണ് ഇത്. അപ്പൊ ഈ DQ കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു DQ എനിക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഒരു DQ എടുത്താൽ സെന്ററിൽ നിന്ന് അതേ ഡിസ്റ്റൻസിൽ ബാക്കിലും എനിക്കൊരു DQ എടുക്കാം. ഇവര് തമ്മിൽ കോസ് തീറ്റ കമ്പോണന്റ് ക്യാൻസൽ ചെയ്ത് കളയും, ബാക്കി ഉണ്ടാവുക സൈൻ തീറ്റ കമ്പോണന്റ് ആണ് അല്ലെ. ഇത് 2 പേരും തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയും, ബാക്കി ഉണ്ടാവുക മോളിക്കായിരിക്കും. സിമ്പിൾ. അതാണ് സിമെട്രി കൊണ്ടുള്ള ഗുണം. ഇതിപ്പോ സെൻട്രൽ ആയതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ എടുക്കുന്ന ചാർജിന്റെ, ഞാനിപ്പോ ഒരു വയർ എടുത്തു, അതിന്റെ ഇവിടെയാണ് ചാർജ് എന്ന് വിചാരിക്കാം. ഇപ്പൊ ക്യാൻസൽ കളയില്ല, ഇപ്പൊ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇയാൾക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും, ഇവിടെ നിന്നുള്ള ആൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. ഇതിനെ ക്യാൻസൽ ചെയ്യാൻ ഇപ്പുറത്ത് ആളില്ല. ഇപ്പൊ സിമെട്രിക് കേസ് അല്ല, ഇവിടെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. ഇപ്പൊ വേറെ ഉദാഹരണം ചോദിച്ചാൽ, ഞാനൊരു റിംഗ് എടുത്തു. റിംഗിന്റെ ലോഡ് ലാംഡ ചാർജ് ഡെൻസിറ്റി ഉള്ള റിംഗ് എടുത്തു. റിംഗ് ആണിത്. അപ്പൊ റിംഗ് ഇങ്ങനെ വെച്ചിരിക്കാട്ടോ, ഇങ്ങനെ റിംഗ് വെച്ചിരിക്കുകയാണ്, ബോർഡിന്മേൽ വെച്ചിരിക്കുകയാണ് റിംഗ്. അപ്പൊ ഇതുകൊണ്ടുള്ള ഇവിടെയൊക്കെ ചാർജസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, ഇവിടെയൊക്കെ ഇതിലൊക്കെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ചാർജുകളുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് സെഡ് ഹൈറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? സെൻട്രലിൽ നിന്ന് സെഡ് ഹൈറ്റിലൊരു ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വളരെ സിമ്പിൾ ആണ്. എനിക്ക് പറയാൻ പറ്റും, ഇവിടെ ഒരു ചാർജ് ഞാൻ എടുക്കുകയാണെങ്കിൽ സെൻട്രലിൽ നിന്ന് ഡിസ്റ്റൻസിൽ എനിക്ക് ഇവിടെ ചാർജ് എടുത്താൽ അതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എനിക്ക് ഇവിടെ ഒരു ചാർജ് എടുക്കാം. ഇവ തമ്മിൽ കോസ്റ്റ് കമ്പോണന്റ് ക്യാൻസൽ ചെയ്ത് കളയും, ടോട്ടൽ ഫീൽഡ് മോളിക്കായിരിക്കും. അപ്പോൾ ഈ ഡിസ്കിന്റെ ഈ റിംഗിന്റെ എവിടെ ഒരു ചാർജ് എനിക്ക് എടുക്കുകയാണെങ്കിലും ഓപ്പോസിറ്റ് എനിക്ക് ചാർജ് എടുക്കാം. രണ്ടും കൂടി കോസ്റ്റ് കമ്പോണന്റ് ക്യാൻസൽ ചെയ്ത് കളയും, സൈൻ തീറ്റ ഉണ്ടാവുള്ളൂ. ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ പോയിന്റ് എടുത്താൽ ഈ പോയിന്റ് എടുത്താൽ ഈ പോയിന്റ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഹാഫ് പോർഷന്റെ എല്ലാ കോസ്റ്റ് കമ്പോണന്റെയും ഇപ്പുറത്തുള്ള കോസ്റ്റ് കമ്പോണന്റ് ക്യാൻസൽ ചെയ്ത് കളയും. ചുരുക്കി അതിന്റെ അർത്ഥം സൈൻ തീറ്റ കമ്പോണന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എങ്ങോട്ടായിരിക്കും ഫോഴ്സ്? മോളിക്കായിരിക്കും അല്ലെ. അപ്പോ സിമെട്രിക്ക് വലിയൊരു കാര്യമുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. അപ്പോൾ നമുക്ക് ഗ്രിഫിത്തിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ആദ്യം പറയാം. ഗ്രിഫിത്തിന്റെ പ്രോബ്ലം ഇതായിരുന്നു.
അതായത് ഞാൻ ക്വസ്റ്റ്യൻ ഇതാണ്, ലാംഡ ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു റോഡ് ഞാൻ എടുക്കുകയാണ്. റോഡിന്റെ ലെങ്ത് 2L ആണ്. റോഡിന്റെ ലെങ്ത് 2L ആണ്. അതായത് ഇവിടെ 0 ഡിസ്റ്റൻസ്, ഇവിടെ ഒറിജിൻ ആണെങ്കിൽ ഇങ്ങോട്ട് L, ഇങ്ങോട്ട് L അല്ലേ. ഇതാണ്. ഇവിടെ നിന്ന് സെറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോ നമുക്ക് അറിയാം, ഓൾറെഡി അറിയാം. എനിക്ക് എന്താ അറിയുന്നത്, ഇവിടെയുള്ള എല്ലാ കോസ് തീറ്റ കമ്പോണന്റിനെയും ഇവിടെയുള്ള ആൾക്കാർ ക്യാൻസൽ ചെയ്ത് കളയും. മറ്റൊരു വസ്തു പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും സൈൻ തീറ്റ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു പോയിന്റ് എടുത്തു, എക്സ് ഡിസ്റ്റൻസിലെ ഒരു പോയിന്റ് എടുത്തു, എക്സ് ഡിസ്റ്റൻസിൽ ഒരു dx എന്ന് പറഞ്ഞ ലെങ്ത് എടുത്തു. ഈ dx കാരണം ഇവിടെ ഒരു ലാംഡ dx ചാർജ് ഉണ്ട്. ആ ചാർജിനാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ സൈൻ തീറ്റ കമ്പോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കോസ് തീറ്റ കമ്പോണ്ട് ഇപ്പുറത്തുള്ള ലാംഡ dx ക്യാൻസൽ ചെയ്ത് കളയും. ഡയമെട്രിക്കലി ഇവിടെ ഓപ്പോസിറ്റുള്ള ആള് ക്യാൻസൽ ചെയ്ത് കളയും. അപ്പൊ ഇവിടെയുള്ള എല്ലാവർക്കും സൈൻ തീറ്റ കമ്പോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെയ്യുന്നത് 0 to L വരെയുള്ള എല്ലാവരുടെയും സൈൻ തീറ്റ കമ്പോണ്ട് സമ്മ് കണ്ടുപിടിക്കും. എന്നിട്ട് അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് കണ്ടുപിടിച്ചിട്ട് എന്താ സൈൻ തീറ്റ കമ്പോണ്ട് മോളിക്കല്ലേ. അപ്പൊ 0 to L വരെയുള്ള കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എനിക്ക് മൊത്തം കിട്ടും. അപ്പൊ എനിക്കറിയാം ഇവിടെ നിന്നൊരു ഡി ഉണ്ടാവും, ഇവിടെ നിന്നൊരു ഡി ഉണ്ടാവും. ഇത് ഡി ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ നിന്നും ഒരു ഡി ഉണ്ടാവും അല്ലെ. രണ്ടും കൂടി ഇതായിട്ട് ഒരു 2DE സൈൻ തീറ്റ ഉണ്ടാവും. ഇതല്ലേ ഉണ്ടാവുക നെറ്റ് അല്ലെ. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 2DE സൈൻ തീറ്റ ആയിരിക്കും. ഈ ഒരു പോയിന്റ് കാരണം, ഈ ലാംഡ dx കാരണം ഉണ്ടാവുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 2DE സൈൻ തീറ്റ ആയിരിക്കും. അപ്പോ എന്താണ് DE? DE എന്ന് പറഞ്ഞാൽ എന്താ? E = 1/4πε0. ഇവിടെയുള്ള ചാർജ് എത്രയാ? dx ലെങ്ത് ആണുള്ളത്. ഒരു മീറ്ററില് ലാംഡ ചാർജ് ഉണ്ടാവുക. അപ്പൊ dx മീറ്ററില് ലാംഡ dx ചാർജ് ഉണ്ടാവും ബൈ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എത്രയാ? ഇവിടെ ഇതാണ് ഡിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ x² പ്ലസ് ഇത് സെഡ് ആണ്. എന്ത് എഴുതാം? x² പ്ലസ് z² ആണ്. ഓക്കെ അല്ലേ? പക്ഷെ എനിക്കറിയാം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 2DE സൈൻ തീറ്റയാണ് അല്ലെ. അപ്പൊ 2DE സൈൻ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. 2DE സൈൻ തീറ്റയാണ് രണ്ട് പെയർ ഓഫ് ചാർജുകൾ ഉണ്ടാവുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. 2DE സൈൻ തീറ്റയാണ്. അപ്പോ ഇത് DE ആയി ഇൻറ്റു 2 സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് തീറ്റ. സൈൻ തീറ്റ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സെഡ് ആണ്. ഹൈപ്പോട്ടന്യൂസ് x² പ്ലസ് z² ഓൾ റേസ് ടു 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുക? 1/4πε0 ലാംഡ dx 2z ഫ്രണ്ടിൽ കയറും 2z ബൈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ x² പ്ലസ് z² ഓൾ റേസ് ടു 3/2 കിട്ടും. ഇതാണ് ഈ രണ്ട് പേരുള്ള ചാർജ് കൊണ്ട്, രണ്ട് പെയർ ഓഫ് ചാർജ് കൊണ്ടുള്ളത്. ഇങ്ങനെ ഇവിടെ 0 മുതൽ L വരെയുള്ള ഒരുപാട് പേരുകളുണ്ട്. അപ്പൊ എന്റെ പേര് അവിടെ ഞാൻ അങ്ങോട്ട് പേര് ചെയ്യിക്കണം. 0 മുതൽ L വരെ, എക്സിന്റെ ഡിസ്റ്റൻസ് 0 മുതൽ L വരെ ചെയ്താൽ മതി അല്ലെ. 0 മുതൽ L അതിന്റെ പേരാകുമ്പോൾ ഇയാൾ കൂടി കയറുമല്ലോ. അപ്പൊ 0 to L എക്സിന്റെ വാല്യൂ 0 മുതൽ L വരെ ചേഞ്ച് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പൊ ഈ നെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ ഇന്റഗ്രൽ 0 to L 2 ലാംഡ സെറ്റ് ബൈ 4πε0 dx ബൈ x² പ്ലസ് z² ഓൾ റേസ് ടു 3/2. ഇതിന്റെ ഇന്റഗ്രൽ എന്താ? ഞാൻ ക്ലാസ്സിലെ പറഞ്ഞായിരുന്നു. ഇന്റഗ്രൽ ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് കയറുന്ന ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ ഞാൻ കഴിഞ്ഞ പറഞ്ഞതാണ്. ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 ലാംഡ സെറ്റ് ബൈ 4πε0. ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക x ബൈ z² ഇൻറ്റു x² പ്ലസ് z² ഓൾ റേസ് ടു 1/2 ലിമിറ്റ് 0 മുതൽ L വരെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എക്സ് ഉള്ളിടത്തൊക്കെ ആദ്യം L ഇട്ട് കൊടുക്കുക, പിന്നെ അതിന് എക്സ് ഉള്ളിടത്തൊക്കെ 0 കൊടുക്കുക. എക്സ് ഉള്ള 0 കൊടുത്ത് കഴിഞ്ഞിട്ട് 0 ആയിട്ട് പോകും. അപ്പൊ നമുക്ക് ആ ടൈം ചെയ്യണ്ട, ഇത് മാത്രം കൊടുത്താൽ മതി. അപ്പൊ എന്താ കിട്ടുക? നമുക്ക് കിട്ടുക 2 ലാംഡ സെറ്റ് ബൈ 4πε0 എക്സ് ഉള്ളിടത്തൊക്കെ L കൊടുക്കുക. L ബൈ z² ഇൻറ്റു L² പ്ലസ് z² ഓൾ റേസ് ടു 1/2. ഡയറക്ഷൻ എന്തായിരിക്കും? y ക്യാപ് ഡയറക്ഷനിലായിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഈ സെറ്റും വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് എന്ത് ഉത്തരം കിട്ടുന്നത്? കിട്ടുന്ന ഉത്തരം വായിക്കാട്ടോ. കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ
ഇ നെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 2 ലാംഡ ബൈ 4 പൈ എപ്സിലോൺ നോട്ട് എൽ 1 ബൈ സെഡ് ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 1/2 എലോങ് സെഡ് ഡയറക്ഷൻ. ഇതാണ് എനിക്ക് കിട്ടുന്ന ഉത്തരം അല്ലേ? സോറി, ഇവിടെ എൽ സ്ക്വയർ ആണ്, എൽ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇനി ഇക്വേഷൻ ഒന്ന് നമുക്കൊന്ന് കുറച്ച് നേരം സംസാരിക്കാനുണ്ട് ഇക്വേഷനെ കുറിച്ച്. അപ്പൊ ഇതെന്താണ് നമ്മളിപ്പോ ചെയ്തത്? എന്താണ് നമ്മൾ ചെയ്ത പരിപാടി? എന്താണ് നമ്മൾ ചെയ്തത്? ഒരു ലാംഡ ചാർജ് ഡെൻസിറ്റി 12 ലെങ്ത് ഉള്ള ഒരു റോഡ് എടുത്തു. അതിന്റെ മുകളിൽ സെറ്റ് ഹൈറ്റിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. ഇതാണ്. ഇത് കറക്റ്റ് ആണോ നമുക്കത് ഫിസിക്കലി ഒന്ന് നോക്കി നോക്കണ്ടേ? ഇത് കറക്റ്റ് ആണോ കണ്ടുപിടിച്ചത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കും. നമ്മളൊരു കേസ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ സെറ്റ് വളരെ വലുതാന്ന് വിചാരിക്കുക. ഇഫ് സെറ്റ് ഈസ് വെരി ലാർജ്, ഇഫ് സെറ്റ് ഈസ് വെരി ലാർജ്, സെറ്റ് വളരെ വലുതാണെന്നുണ്ടെങ്കിൽ, സെറ്റ് വളരെ വലുതാണെന്നുണ്ടെങ്കിൽ എല്ല് വളരെ ചെറുതായിരിക്കും അല്ലെ? സെറ്റ് നമ്മൾ സെറ്റും എല്ലും കൂടി കൂട്ടുന്നുണ്ട് അവിടെ. അപ്പോൾ സെറ്റിന്റെ വാല്യൂ വളരെ വലുതാണെന്നുണ്ടെങ്കിൽ എല്ല് വളരെ ചെറുതായിരിക്കും അല്ലേ? അപ്പൊ എല്ല് വളരെ സ്മോൾ ആണ്. അപ്പോൾ സെറ്റ് അങ്ങനെ ഉണ്ടാവും. സെറ്റ് ഈസ് വെരി വെരി ഗ്രേറ്റർ, എല്ല് വളരെ ചെറുതാണ് സെറ്റിന്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അങ്ങനത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ എൽ സ്ക്വയർ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാം അല്ലെ? ചെറിയ നമ്പറിന് പ്രത്യേകത ഉണ്ട്, അത് സ്ക്വയർ ചെയ്താൽ പിന്നെയും ചെറുതാകും. ഉദാഹരണത്തിന് 0.6 സ്ക്വയർ എത്രയാണ്? 0.36. ഇവിടെ ഡെസിമലേ ഉള്ളൂ, ഇവിടെ ഡെസിമലേ വന്നു. ചെറിയ നമ്പർ സ്ക്വയർ ചെയ്യുമ്പോൾ അത് പിന്നെയും ചെറുതാവും. അപ്പോൾ സെറ്റ് സ്ക്വയർ ഓൾറെഡി വലുതാണ്, എല്ല് ചെറുതായിരുന്നു, സ്ക്വയർ ചെയ്തപ്പോൾ പിന്നെയും ചെറുതായി. പിന്നെ നമ്മൾ എൽ സ്ക്വയർ കൂട്ടേണ്ട ആവശ്യമില്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ നെറ്റ് എന്തായിരിക്കും വരിക? എല്ലിന്റെ സ്ക്വയർ ഒക്കെ അവോയ്ഡ് ചെയ്ത് കളയാം. അപ്പൊ എന്ത് കിട്ടും? 2 ലാംഡ എൽ ബൈ 4 പൈ എപ്സിലോൺ നോട്ട് 1 ബൈ എൽ സ്ക്വയർ അവോയ്ഡ് ചെയ്യുക. എൽ സ്ക്വയർ ഇവിടെ ഇല്ല, എൽ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. എൽ സ്ക്വയർ 0 ആണ്, 0 എടുക്കുക, വളരെ ചെറുതാണ്. അപ്പൊ എന്ത് കിട്ടും? അപ്പൊ ഇത് 0 ആയി. 0 പ്ലസ് സെറ്റ് സ്ക്വയറിന് നമ്മുടെ റൂട്ട് ഉണ്ട്. അപ്പൊ ഈ സെറ്റ് സ്ക്വയറിന് റൂട്ട് വന്നത് സെറ്റ് ആയി. ആ സെറ്റിന് പുറത്തൊരു സെറ്റ് ഉണ്ട്. അപ്പൊ സെറ്റ് സ്ക്വയർ ആയി. ഇതല്ലേ സെറ്റ് വളരെ വലുതാണെങ്കിൽ ഉണ്ടാവേണ്ട ഇലക്ട്രിക് ഫീൽഡ് അക്കോർഡിംഗ് ടു ഫോർമുല അല്ലെ? ഓക്കെ. ഇനി ഇത് ലാംഡ ആട്ടോ, നമ്മുടെ സാഡൻസിൽ ലാംഡ ഓർമ്മയുണ്ടല്ലോ. ഇനി ഇത് നമ്മളൊന്ന് വേറെ രീതിയിൽ ചെയ്ത് നോക്കുകയാണ്. അയാള് വളരെ ദൂരത്ത് പോയി നിൽക്കുകയാണ്. സെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്താണ്. അയാൾ വളരെ ദൂരത്ത് പോയിട്ട് നമ്മൾ ഈ റോഡിനെ നോക്കുകയാണ്. വളരെ ദൂരത്താണോ സെറ്റ്? ഇങ്ങനെ വരയ്ക്കാൻ പോകുന്നത് വളരെ ദൂരത്ത്. സെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്താണ്. അവിടെ നിന്ന് ഇയാൾ ഈ റോഡിനെ ഞാൻ നോക്കുകയാണ്. വളരെ ദൂരത്തോട് നമ്മുടെ സാധനത്തിൽ നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് തോന്നാം? ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്കൊരു പേനായിട്ട് തോന്നാം. നിങ്ങൾ വളരെ ദൂരത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു പോയിന്റ് ആയിട്ടാണ് കാണാം. അപ്പൊ നമ്മൾ PUBG കളിക്കുമ്പോൾ നമുക്ക് എനിമീസിനെ വളരെ ദൂരത്ത് നോക്കുമ്പോൾ ഒരു പോയിന്റ് ആയിട്ടാണ് തോന്നാം അല്ലെ? അപ്പൊ അതുപോലെ ഇയാൾ വളരെ ദൂരത്ത് പോയി നോക്കുമ്പോൾ ഇയാൾക്ക് ഒരു പോയിന്റ് ആയിട്ടാണ് തോന്നുക. അങ്ങനെ ചെറുതായിട്ടാണ് പോയിന്റ് പോലെ കാണും. ചാർജ് ഇത്ര ഇരിക്കുന്നുണ്ടല്ലോ, ചാർജ് ആൾക്ക് എത്ര തോന്നുക? ഇയാളുടെ ചാർജ് ഇതും എത്ര ചാർജ് ഉണ്ട്? ഇത് ചാർജ് ഡെൻസിറ്റി ആണ് അല്ല, ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്. 1 മീറ്ററിൽ ലാംഡ ഉണ്ട്. അപ്പൊ 12 മീറ്റർ എത്ര ഉണ്ടാവും? ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ലാംഡ എല്ലായിരിക്കും. അപ്പൊ ഇയാൾ ദൂരത്ത് പോയി നോക്കുമ്പോൾ ഇയാളുടെ കണ്ണിൽ എന്തായിരിക്കും ഇയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. സെറ്റ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. അതിന്റെ പോയിന്റ് എത്രയാണ്? അതിന്റെ ചാർജ് എത്രയാണ്? 2 ലാംഡ എൽ അല്ലെ? ഇയാൾ ഇങ്ങനെയാണ് കാണുക. സെറ്റ് ഡിസ്റ്റൻസിൽ ഒരു ചാർജ് ഉണ്ട്, ഇയാൾ ഇതാണ് കാണുക. അപ്പൊ ഇയാൾ പറയും ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇയാൾ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് 1/4 പൈ എപ്സിലോൺ നോട്ട് ചാർജ് എത്രയാണ്? Q ആണ്. Q എന്ന് പറഞ്ഞാൽ 2 ലാംഡ എൽ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്, സെറ്റ് സ്ക്വയർ ആണ്. ഇതാണ് ഇയാൾ പറയാം. ഇതന്നെയല്ലേ ഫോർമുലയും പറയുന്നത് അല്ലേ? അപ്പൊ ശരിയാണ്, നമ്മുടെ ഫോർമുല കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? റിംഗ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ റിംഗ് കൊണ്ട് എന്താണ്? ഒരു ലാംഡ ചാർജ് ഡെൻസിറ്റിയുള്ള ഒരു വയർ ഞാൻ എടുത്തു. അത് റിംഗ് പോലെ ആക്കി വെച്ചു. ഇതുകൊണ്ട് റിംഗിന്റെ സെൻട്രലിൽ നിന്നും സെറ്റ് ഹൈറ്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഇവിടെ റിംഗ് എടുത്താൽ ഇതിന് ഡി ഉണ്ടാവും ഈ ഡയറക്ഷനിൽ, ഇതിനും ഡി ഉണ്ടാവും ഈ ഡയറക്ഷനിൽ. പക്ഷെ കോസ്റ്റിന്റെ കമ്പൗണ്ട് ക്യാൻസൽ ചെയ്ത് കളയും. നമുക്ക് ബാക്കി കിട്ടുക ഇയാളുടെ ഒരു ഡി സൈൻ തീറ്റയും കിട്ടും, ഇയാൾക്കും ഒരു ഡി സൈൻ തീറ്റ കമ്പൗണ്ട് ഉണ്ടാവും, ഇയാളുടെ ഒരു ഡി സൈൻ തീറ്റ കമ്പൗണ്ട് ഉണ്ടാവും, ഇയാളുടെ ഒരു ഡി സൈൻ തീറ്റ കമ്പൗണ്ട് ഉണ്ടാവും.
ചുരുക്കി പറഞ്ഞാൽ എല്ലാ പോയിന്റിനും ഡി ഇ സൈൻ തീറ്റ കമ്പൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എനിക്കറിയാം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുക എല്ലാ പോയിന്റും ഡി ഇ സൈൻ തീറ്റ കമ്പൗണ്ടാണ്. അപ്പോൾ ഡി ഇ ഇവിടെയുള്ള ഡി ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ഇ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ഇ സൈൻ തീറ്റ. ഡി ഇ സൈൻ തീറ്റ കാണും. എന്താണ് ഡി ഇ സൈൻ തീറ്റ? റിങ്ങിന്റെ റേഡിയസ് 6 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡി ഇ ഇതാണ് തീറ്റ. എന്താണ് ഡി ഇ സൈൻ തീറ്റ? ഡി ഇ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ എന്താ? 1/4πε0 1/4πε0 ഡി ക്യൂ ബൈ ആർ സ്ക്വയർ ആണല്ലോ, ചെറിയ ചാർജ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് സ്ക്വയർ. ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. എന്താ സൈൻ തീറ്റ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു 1/2. ഇതാണ് ഡി ഇ സൈൻ തീറ്റ. എല്ലാ പോയിന്റിലും സൈൻ തീറ്റ കമ്പൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, കോസിന്റെ കമ്പൗണ്ട് ഉണ്ടാവില്ല. ഡയറക്ഷൻ എലോങ് സെറ്റ് ക്യാപ് ഡയറക്ഷൻ. സിമ്പിൾ. ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ എന്ത് കിട്ടും? 1/4πε0 സെഡ് ഡി ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു 3/2 നമുക്ക് കിട്ടും. മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ? ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡി ഇ സൈൻ തീറ്റ മൊത്തം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഈ സർക്കിളിനുള്ള മൊത്തം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ആര് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഡി ക്യൂനെയാണ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രൽ 1/4πε0 സെഡ് ഡി ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു 3/2. നമുക്ക് ഇൻറ്റഗ്രേഷൻ വെച്ച് ചെയ്യാൻ പറ്റും, അതായത് പോളാർ കോർഡിനേറ്റ് ഇൻറ്റഗ്രേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അവിടെ. കാരണം നിങ്ങൾ സൂക്ഷിക്കാൻ മനസ്സിലാവും, എല്ലാവർക്കും ഡി ഇ സൈൻ തീറ്റ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവർക്കും ഡി ഇ സൈൻ തീറ്റ മാത്രമേ ഉള്ളൂ. ഈ ഡി ഇ സൈൻ തീറ്റ എല്ലാവർക്കും സെയിം ആയിരിക്കും. നേരത്തെ നമ്മൾ ഒരു റോഡിന്റെ കാര്യം പറഞ്ഞു. റോഡ് വെച്ചായിരുന്നു സെഡ് ഹൈറ്റിൽ നോക്കുമ്പോൾ ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും, കാരണം ഇയാൾ എടുക്കുന്ന പോയിന്റിൽ. ഞാൻ റൈറ്റിലോട്ട് പോകുന്നതോറും ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും, കാരണം ഡിസ്റ്റൻസ് കൂടി വരികയാണ്. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് മിനിമം ഫോഴ്സ് ഉണ്ടാവും ഇവിടെ ആയിരിക്കും, മാക്സിമം ഫോഴ്സ് ഇവിടെ ആയിരിക്കും. അതായത് ഫോഴ്സിന്റെ വാല്യൂ, ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് സർക്കിളാണ്. സർക്കിളിൽ നിന്ന് സെഡ് ഹൈറ്റിലാണ് നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത്. അപ്പോൾ സർക്കിളിൽ നിന്ന് സെഡ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോയിന്റിൽ നിന്നും ആ സെഡിക്കുള്ള ദൂരം സെയിം ആയിരിക്കും. സെഡിക്കുള്ള പോയിന്റ് നമ്മുടെ സർക്കിളിന്റെ സെൻട്രലിലുള്ള പോയിന്റ് ആണ്. അവിടെ നിന്ന് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഈ നമ്മുടെ ഈ റിങ്ങിന്റെ സർഫസിൽ നിന്ന് ഈ സെഡ് ഈ ഇവിടേക്കുള്ള ദൂരം എല്ലാ റിങ്ങിന്റെ സർഫസിനും ഒരേ ഡിസ്റ്റൻസിലായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ സെഡ് ആരൊന്നും മാറുന്നില്ല. നമ്മൾ ജസ്റ്റ് ഡി സൈൻ തീറ്റ ഇങ്ങനെ കൂട്ടുകയാണ്. എത്ര ഡി സൈൻ തീറ്റ കൂട്ടണം? ഡി ക്യൂവിന്റെ ഡി സൈൻ തീറ്റയാണ്. മൊത്തം ചാർജിന്റെ ഡി സൈൻ തീറ്റ എന്തായിരിക്കും? മൊത്തം ചാർജ് എന്താ? ക്യൂ ആണ്. അപ്പൊ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് എന്താ കിട്ടുക? 1/4πε0 സെഡ് ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഫീൽഡ് ഈയുടെ വാല്യൂ വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഈയുടെ വാല്യൂ ഒക്കെ സെയിം ആണ്. അപ്പോൾ ഇന്റഗ്രേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം. എൻ്റെ ആവശ്യമില്ല, എന്തിനാ അങ്ങനെ ചെയ്യുന്ന ആവശ്യമില്ല. അപ്പോൾ ഇതാണ് കിട്ടുന്നത്. എന്താണ് ക്യൂ? ഞാൻ പറഞ്ഞു ഇതിലെ ചാർജ് ഡെൻസിറ്റി ലാംഡ ആയിരുന്നു അല്ലേ. ഇത് എത്ര റേഡിയസ് ആറാന്ന് പറഞ്ഞു. ഇത് മൊത്തം എത്ര ലെങ്ത് ഉണ്ടാവും? ഇത് നമുക്ക് 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു ഡിസ്കിന്റെ മൊത്തം ലെങ്ത് അല്ലെങ്കിൽ ഒരു പേരെന്താ, ഒരു റിങ്ങിന്റെ മൊത്തം ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? 2πr ആണ്. ലാംഡ × 2πr ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ ചാർജ്. അതെവിടെയാണ് കൊടുത്താൽ മതി. കൊടുത്താൽ എന്ത് കിട്ടും? 1/4πε0 സെഡ് ഇൻറ്റു ലാംഡ 2πr ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു 3/2 എലോങ് സെഡ് ക്യാപ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഫോർമുല ഒന്ന് എവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഡയറക്ഷൻ മോളിക്കായിരിക്കും. ഓക്കെ അല്ലേ? പേന ഇവിടേക്ക് എഴുതുകയാണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഫോർമുലകളാണോ? അപ്പോൾ നോക്കാം. ഈ ഡ്യൂ ടു റിംഗ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഹൈറ്റ് സെഡിലാണ് പറയുന്നത് ഈക്വൽ ടു 1/4πε0 2πr lambda set by r square plus z square all raised to 3/2 along z cap direction. നമുക്ക് ഫോർമുല ഒന്ന് അനലൈസ് ചെയ്യാം.
എന്താണ് ഫോർമുല പറയുന്നത്? ഫോർമുല പറയുന്നത് ഞാനൊരു റിങ് എടുത്തു. റിങ്ങിന്റെ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. സെറ്റ് ഹൈറ്റിൽ ഞാൻ ഒരു ചാർജ് വെച്ചു. അപ്പോൾ സെറ്റ് ഹൈറ്റിലുള്ള പോയിന്റിലുള്ള ഈ റിംഗ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും അവർ പറയുന്നത്. ഒബ്വിയസ്ലി ഇത് കറക്റ്റാണ് നോക്കണം. അപ്പം ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പം ഞാൻ റിംഗ് എടുത്തു. ഇതാണ് എൻ്റെ റിംഗ് എങ്കിൽ റിങ്ങിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? നമുക്കറിയാം, ഞാൻ ഇവിടെ ഒരു ചാർജ് എടുത്താൽ ഇയാളുടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് ഉണ്ടാവും. പക്ഷെ ഇവിടെയും ചാർജ് ഉണ്ട്, ഇയാളുടെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടും ഉണ്ടാവും. രണ്ടും കൂടി ക്യാൻസൽ ചെയ്യും. ഇയാളെടുത്താൽ ഇയാളുടെ ഇലക്ട്രിക് ഫീൽഡിനെ ഇയാൾ ക്യാൻസൽ ചെയ്ത് കളയും, ഇയാളുടെ ഇലക്ട്രിക് ഫീൽഡിനെ ഇയാളുടെ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻസൽ ചെയ്ത് കളയും. സെന്ററത്തെ കാര്യം പറയുന്നത് സെന്ററിലാണ് അല്ലേ? അപ്പോൾ സെറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് കിട്ടേണ്ടത്? 0 ആയിരിക്കണം. നമ്മുടെ പോയിന്റ് സെറ്റ് ഹൈറ്റിലല്ല, സെറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ പോയിന്റ് എവിടെയാണ് വരിക? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കണം? 0 ആയിരിക്കണം. ഫോർമുലയിൽ കൊടുത്തു നോക്കാം. ഈ സെറ്റ് 0 ആണെങ്കിൽ എന്താ വാല്യൂ കിട്ടുക? സെറ്റ് 0 ആണെങ്കിൽ ഇതവിടെ സെറ്റ് ഉണ്ട്, ഇതിവിടെ 0 കൊടുത്തു, മൊത്തം ഇലക്ട്രിക് ഫീൽഡ് എത്ര കിട്ടും? 0 കിട്ടും. കറക്റ്റാണ്, നമ്മുടെ ഫോർമുല കറക്റ്റാണ്.